2.5 വർഷം പൊന്നാനിയിൽ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് വിജയമെന്നും ജനഹിതമനുസരിച്ചുള്ള ഭരണവും വികസനവും ഉണ്ടാകുമെന്നും UDF സ്ഥാനാർത്ഥി KP നൌഷാദ് അലി. മണ്ഡലത്തിൽ CPM-ലെ വിഭാഗീയതയും വോട്ടായി മാറിയതായും ജനങ്ങൾ നിരാശയിലാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതൊരു പൊന്നാനി ആയതുകൊണ്ട് ഇതൊരു സാംസ്കാരിക പൈതൃകമുള്ള കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനമാവേണ്ട ഒരു സ്ഥലമാണ് പൊന്നാനി. അത് ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കൊരു പഴയ കാക്കാജിയുടെ സിനിമയിൽ ദാഗ് എന്ന സിനിമയിൽ ഒരു ഡയലോഗ് പറയാനുണ്ട്. इज्जतें शौहरतें उल्फतें चाहतें सब कुछ इस दुनिया में रहता नहीं. आज मैं हूँ यहाँ, कल कोई और था, वो भी एक दौर था, ये भी एक दौर है എന്ന് കാക്കാജി, ഇന്ത്യൻ സിൽവർ സ്ക്രീനിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ് കാക്കാജി. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ജനാധിപത്യ മാതൃക ഇവിടെ ഉയർത്തിപ്പിടിക്കുമെന്ന വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ഇവിടുത്തെ എല്ലാ മനുഷ്യരെയും എല്ലാ പൊന്നാനിക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതി മത രാഷ്ട്രീയ സങ്കുചിതത്വങ്ങൾക്ക് അതീതമായ ഒരു നെഹ്റുവിയൻ ജനാധിപത്യ മാതൃക ഈ പൊന്നാനിയിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. പക്ഷേ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഈ മുനിസിപ്പാലിറ്റി 3-2 ഭൂരിപക്ഷത്തോടുകൂടി LDF ജയിക്കുകയും ഈ മുനിസിപ്പാലിറ്റി തന്നെ ഈ തരംഗത്തിനിടയിൽ അന്ന് 4200 വോട്ടിൻ്റെ ലീഡ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊന്നാനി ഒരു ദുഷ്കര ദൗത്യമായിരുന്നു. പക്ഷേ ജനങ്ങളെ വളരെ കൃത്യമായി നമ്മൾ അഭിസംബോധന ചെയ്തതിൻ്റെ ഫലമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള എതിർപ്പ്, സംസ്ഥാനത്ത് അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥ എല്ലാം ഒത്തുചേർന്നു പൊന്നാനിയിൽ നല്ലൊരു വിജയമുണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും CPM-നകത്തു നിന്നുള്ള ഒരുപാട് വോട്ടുകളൊക്കെ ഈ വലിയ ജനസഞ്ചയത്തിൻ്റെ വോട്ട് ഒഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പല സൂചനകളൊക്കെ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഇതിൽ ആ വിഷയത്തിൽ എന്നെക്കാളും നിങ്ങൾക്കാണ് അറിയുക എന്നാണ് ഞാൻ പറയുന്നത്. 100 സീറ്റ് എന്ന് VD സതീശൻ പറഞ്ഞത് കൃത്യമായ ധാരണയോടെ ആയിരുന്നെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും സതീശൻ പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നതായും നൌഷാദ് അലി പറഞ്ഞു. LDF സ്ഥാനാർത്ഥി MK സക്കീറിനെ 13,267 വോട്ടിന് തോൽപ്പിച്ചാണ് നൌഷാദ് അലി വിജയമുറപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പൊന്നാനി. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. സ്വാഗതം പരിശുദ്ധാഭരണങ്ങളുടെ ഈ വിസ്മയത്തിലേക്ക്. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.